പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ പ്രിയമുള്ളവർക്കും ആശിഷമാരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ വരാൻ കഴിഞ്ഞതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായിരുന്നു എന്ന് കർത്താവിൽ ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമൊക്കെ കേൾക്കാനിടയായി. ഒരുപാട് സന്തോഷം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്ഥിതിഗതികൾക്ക് ദൈവം ഭേദം വരുത്തി സമാധാനത്തിൻ്റെ ദൈവം തന്നെ വേഗത്തിൽ കാര്യങ്ങൾക്ക് ക്രമീകരണം തന്നു നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇടവിടാതെ ആശിഷമാരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെയും പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ഓർത്ത് നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളും ദൈവം അവരുടെ മേൽ പകരണം. സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വീടിനകത്ത് വെളിപ്പെടുത്തണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവ്, ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ ചെറുതും വലുതുമായ ചില വിഷയങ്ങൾ കർത്താവ് ഭാരപ്പെടുന്നു. ദൈവം അതിന്മേൽ അത്ഭുതം ചെയ്യണമേ. അവർ ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന വാഗ്ദത്ത വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്ത കുടുംബത്തെ വിടുവിക്കണം. എല്ലാറ്റിൻ്റെ മീതെയും ദൈവിക സമാധാനം കൊണ്ട് നിറച്ചവരെ അനുഗ്രഹിക്കാനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ സഹോദരങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു. അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സാൽ വേദനിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഒരു വലിയ വിടുതൽ കൊടുത്ത് നിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസമായി ഇന്നത്തെ ദിവസം തീരാൻ ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഒരു വിടുതൽ എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പകർന്നരുളിയ കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 65-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. പീലാത്തോസ് പടയാളികളോട് പറയുന്നൊരു പദമാണ്, കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആകുന്നിടത്തോളം പോയി കല്ലറ ഉറപ്പാക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. പീലാത്തോസിൻ്റെ പടയാളികൾ യേശുവിൻ്റെ ശവശരീരം അടക്കുന്നതിന് മുൻപ് തൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഈ മന്ദിരം പൊളിപ്പീൻ 3 നാൾ കൊണ്ട് ഞാനതിനെ പണിയുമെന്നുമൊക്കെ താൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവനെ നമ്മൾ ക്രൂശിൽ നിന്നിറക്കി അടക്കി കഴിയുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയാൽ വീണ്ടും നാം അകപ്പെടുകയും ചതിയിലാകുകയും ചെയ്യും. അതുകൊണ്ട് ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കാൻ, ഇനിയൊരു വലിയ ചതിവ് നമുക്കുണ്ടാകാതിരിക്കാൻ കാവൽക്കൂട്ടത്തെ നിർത്തണം. അങ്ങനെ അവർ കാവൽക്കൂട്ടത്തെ നിർത്തുവാൻ പീലാത്തോസിനോട് ആവശ്യപ്പെടുന്ന, യേശുവിൻ്റെ കല്ലറയെ ഉറപ്പാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ വിചിന്തനത്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. പീലാത്തോസ് പറയുന്നത്, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആകുന്നിടത്തോളം പോയി കല്ലറ ഉറപ്പ് വരുത്തുവീൻ. നിങ്ങൾക്ക് എങ്ങനെയെല്ലാം ഉറപ്പ് വരുത്താമോ അങ്ങനെ അതിനെ ഉറപ്പ് വരുത്തണം. കാരണം ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. എന്നാൽ യേശുവിൻ്റെ കല്ലറയെ അവർ അടച്ച് ഉറപ്പാക്കി കാവൽക്കൂട്ടത്തെ നിർത്തി ഉയർക്കാനൊരു സാധ്യതയുമില്ല എന്ന് വിധി എഴുതി കാത്തു നിൽക്കുമ്പോൾ അവരുടെ എല്ലാ വിധിയെഴുത്തുകൾക്കും അപ്പുറത്താണ് യേശുവിൻ്റെ ശരീരത്തിലേക്ക് ദൈവാത്മാവിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിപ്പാനിടയായത്. സ്പഷ്ടമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. യേശുവിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അത് കല്ലറയ്ക്ക് അല്ലെങ്കിൽ കല്ലിന് കാവലാളുകൾക്ക് ഒതുക്കാവുന്ന ഒന്നായിരുന്നില്ല. വാസ്തവത്തിൽ ഈ പടയാളികൾ
യേശു വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന വാസ്തവം അവർ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ 2-3 കാര്യങ്ങൾ ഉറപ്പിച്ചു. ഒന്ന്, യേശു ക്രൂശിൽ വെച്ച് മരിച്ചു എന്നത് അവരുറപ്പിച്ചു. 2, അവനെ അടക്കം ചെയ്തു എന്നത് അവരുറപ്പിച്ചു. 3, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നും അവരുറപ്പിച്ചു. അതുകൊണ്ടല്ലേ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ കല്ലറ അടച്ചു വെച്ചത്. സാധാരണ ഒരു മൃതശരീരം കൊണ്ട് വയ്ക്കുന്ന ലാഘവത്തോടെ ആയിരുന്നില്ല യേശുവിൻ്റെ ശരീരം കല്ലറയിൽ അവർ സംസ്കരിച്ചത്. എന്നാൽ ഇവരുടെ എല്ലാം ചിന്തകളെ ഭേദിച്ചുകൊണ്ട് അവിടെ ഒരു ദൈവപ്രവൃത്തി ഇറങ്ങി വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ദൂത് ഞാൻ ആ ഭാഗത്തുനിന്ന് കൈമാറുകയാണ്. ദൈവ പൈതലേ, ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ല, ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല. അഥവാ ഉയർത്തെഴുന്നേറ്റാൽ നമുക്ക് പിടിക്കാം, അഥവാ ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കിവിടെ വെച്ച് തന്നെ ഇല്ലാതെയാക്കാം എന്ന പദ്ധതിയിൽ കാവൽ നിർത്തി, കല്ലറ അടച്ചുറപ്പാക്കി, അതിന് കാവൽ നിർത്തി, പടയാളികളെ നിർത്തി, എല്ലാം ബന്ദോസാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആ കല്ലറയിലേക്ക് ഇറങ്ങി വരുവാനിടയാകുന്നത്. ആഴ്ചവട്ടത്തിന് ശബത്ത് കഴിഞ്ഞ ദിവസം, ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ശൂശനെയും ഒക്കെ കല്ലറയിൽ യേശുവിൻ്റെ ശവശരീരം കാണാൻ പോയ ഒരു ചരിത്രം മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കല്ലറ അടച്ചുറപ്പാക്കിയതും ഇതിന് കല്ല് വെച്ച് ഇതിനെ ബന്ദോസാക്കിയതും ഒപ്പം ഇവിടെ പടയാളികളെ കാവൽ നിർത്തി ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവർ കല്ലറ കാണുവാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അവർ മുൻപോട്ട് നടന്നു പോകുന്ന വഴിയിൽ ഉള്ളിലൊരു ചിന്തയുണ്ടായി, ഉള്ളിലൊരു ചോദ്യമുണ്ടായി, ഞങ്ങൾക്ക് വേണ്ടി ആര് ഈ കല്ലുരുട്ടി മാറ്റും? ഞങ്ങൾക്ക് യേശുവിൻ്റെ മൃതശരീരം ഒന്ന് കാണണം. കഴിഞ്ഞ 3.5 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഉറപ്പിച്ച ദൈവപുത്രനായ യേശുവിൻ്റെ മൃതശരീരത്തിൽ ഞങ്ങൾക്ക് സുഗന്ധവർക്കം ഭൂഷണം. അതുകൊണ്ടത് കാണാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹത്തോടെയാണ് അധികാലത്തെ അവർ കല്ലറയിലേക്ക് വരുന്നത്. കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ പോകുന്ന വഴിയിൽ അവരുടെ ഉള്ളിൽ ചോദ്യമുണ്ടായി, ഞങ്ങളെ ആര് സഹായിക്കും? ഈ കല്ല് ആരുരുട്ടി മാറ്റും? എങ്ങനെ യേശുവിനെ കാണാൻ കഴിയും? ആ മൃതശരീരത്തിൽ എങ്ങനെ ഈ സുഗന്ധവർഗം പൂശാൻ കഴിയും എന്ന ചിന്തയോടും ആവലാതിയോടും സങ്കടത്തോടും പരാതിയോടും ഒക്കെ അവരിങ്ങനെ കല്ലറയോട് നടന്നെടുക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവാത്മാ പറഞ്ഞ ചില വിഷയങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? ഇത് ആരാൽ പരിഹരിക്കപ്പെടും? ആർക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയും? ബന്ധുക്കളോ സ്വന്തക്കാരോ ചർച്ചക്കാരോ സഹോദരങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, അവരൊക്കെയുണ്ട്. എന്നാൽ എങ്ങനെ ഇതിനെ എനിക്കൊന്ന് പരിഹരിക്കാൻ കഴിയും, എങ്ങനെ ഇത് പരിഹരിക്കപ്പെടുമെന്ന ചിന്തയോടെ ആവലാതിയോടെ സങ്കടത്തോടെ വേദനയോടെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് നിൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അറിവ് കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടോ പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളെ പരിഹരിക്കാൻ നിനക്ക് വേണ്ടി സ്വർഗീയ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഈ സന്ദേശത്തിലൂടെ ഈ ദിവസം നിന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. എന്നെ ആര് സഹായിക്കും? ഞങ്ങളെ ആര് സഹായിക്കും? ഞങ്ങൾക്ക് എങ്ങനെ ഒരു മാറ്റമുണ്ടാകും? ഈ യേശുവിനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട്, ഞങ്ങളുടെ ആരോഗ്യം കൊണ്ട്, ഞങ്ങളുടെ പണം കൊണ്ട്, ബലം കൊണ്ട്, കഴിവ് കൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. ഞങ്ങൾക്ക് അതിൽ നിന്നൊരു ഒരു 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 മാറ്റമുണ്ടാകത്തില്ല. പക്ഷേ ഞങ്ങളെ ആര് സഹായിക്കും? ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? ഹല്ലേലൂയ. അങ്ങനെ ചോദിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ട് കല്ലറയോട് നടന്നെടുക്കുമ്പോൾ അവർ കണ്ടു, ഭാരമുള്ള വിഷയമെന്ന് തോന്നിയത്, മാറ്റാൻ ബുദ്ധിമുട്ടെന്ന് തോന്നിയത്, മാറ്റാൻ ആരുമില്ല എന്ന് തോന്നിയത്, ആരും സഹായിക്കത്തില്ല എന്ന് വിചാരിച്ച വിഷയം അത് തന്നെ ഉരുണ്ട് മാറിക്കിടക്കുന്നതായി അവർ കണ്ടു എന്ന് ആ ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുകയാണ്. ഞാനൊരു സന്ദേശം പറയാം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വൈതരണിയിൽ ചില വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ, ചില വിഷയങ്ങൾക്കൊരു മറുപടി കിട്ടാതെ, ദീർഘനാളുകളായി വിഷമിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും ആത്മതപനം
ചെയ്യും. ആവലാതി പറഞ്ഞ് ദൈവസനിലിരിക്കുന്ന ദൈവവൈതലെ കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് ശക്തമായിട്ട് ഇടപെടുകയാ. നിൻ്റെ പ്രശ്നം നീ പോലും അറിയാതെ പരിഹരിക്കാൻ കഴിയുന്നൊരു നല്ല കർത്താവുണ്ട്. ആ ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇന്നത്തെ ദിവസം വെളിപ്പെടുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഗതിക്കകത്തും നിൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്നത് പരമാർത്ഥമായ കാര്യമാണ്. ഒരുപക്ഷെ കുറേ നാളുകളായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ ആണ്ടുകളായി നീ കരയുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എൻ്റെ ദൈവമേ, എനിക്ക് മാത്രം എന്താ ഈ പ്രശ്നം, എൻ്റെ ഈ പ്രശ്നം എന്താ പരിഹരിക്കപ്പെടാത്തത്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താ ഒരു വിടുതൽ കിട്ടാത്തത്, ഞങ്ങളുടെ മുൻപിൽ ഭാരമായി നിൽക്കുന്ന ഈ വിഷയത്തിന് എന്താ ഒരു മാറ്റം വരാത്തത് എന്ന് ചിന്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നയാളായിരിക്കും നീ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ മുൻപിൽ ഭാരമെന്ന് തോന്നുന്ന വിഷയത്തിന് പരിഹാരവുമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. സ്വർഗീയ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ഇരിക്കുന്ന മേഖലകളിൽ, നീ ഇരിക്കുന്ന മണ്ഡലങ്ങളിൽ നിനക്ക് വേണ്ടി ആളത്വം ധരിച്ച് വെളിപ്പെടാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ആഴമായിട്ട് ഇന്നത്തെ ദിവസം ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, ചില ഭാരങ്ങൾ, ചില സങ്കടങ്ങൾ, വേദനകൾ, ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങൾ, അതിൻ്റെ നടുവിൽ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് നിനക്കൊരു വിടുതൽ കർത്താവ് കൈമാറാൻ പോകുകയാണ്. ഇവിടെ പീലാത്തോസ് പടയാളികളോട് പറയുകയാണ്, ഞാൻ കാവൽക്കൂട്ടത്തെ നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങളാലാകുന്നിടത്തോളം പോയി കല്ലറ ഉറപ്പുവരുത്തുവീൻ. അങ്ങനെ അവരാലാകുന്നിടത്തോളം കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലിന് മുദ്ര വെച്ചു. അവിടെ 3 ദിവസം യേശുവിൻ്റെ ആ ശവശരീരം കിടക്കുന്ന കല്ലറയുടെ വാതിൽക്കൽ പടയാളികൾ നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അവർ കാത്തു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിനെ അടക്കം ചെയ്തതിന് ശേഷം ആ ശത്രുക്കളായി നിൽക്കുന്ന പടയാളികൾ ശത്രുക്കളായി അവിടെ നിൽക്കുമ്പോൾ, അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ നടുവിലേക്ക് ദൈവപ്രവൃത്തി ഇറങ്ങി വന്നു. ശത്രുക്കളുടെ നടുവിൽ ദൈവപ്രവൃത്തി അയക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് നിന്നോട് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അടുത്ത ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗതിക്കകത്ത്, ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള നന്മയ്ക്കകത്ത് ഏതൊക്കെയോ പ്രതിബന്ധങ്ങൾ നിന്നെ ബാധിച്ചൊതുക്കിയിട്ട് ഇനി ഒരു മാറ്റവും വരത്തില്ല, ഇതിനി ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല, ഇതിങ്ങനെ നശിച്ച് ഇല്ലാതെയായി പോകും എന്ന് വിധി എഴുതി ആരൊക്കെയോ ശത്രുക്കളെ പോലെ നിനക്ക് വിരോധമായി വെല്ലുവിളിയോടെ നിൽക്കുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം ദൈവാത്മാവ് ശക്തമായിട്ട് നിന്നോട് ഇടപെടുകയാണ്. ഇല്ല കുഞ്ഞേ, അവരുടെ നടുവിൽ നിനക്കൊരു ഉയർപ്പുണ്ട്, അവരുടെ നടുവിൽ നീ പുറത്തു വരും, അവരുടെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം വെളിപ്പെടുക തന്നെ ചെയ്യും. എന്നെ ദൈവാത്മാ കാണിക്കുന്ന ഒരു വെളിപ്പാട് കൂടെ ഞാൻ പറയാം. ചെടിച്ചട്ടിക്കകത്ത് നിൽക്കുന്നൊരു ചെടി പറിച്ചു നടുന്നത് പോലെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ബൗണ്ടറിക്കകത്തും ദൈവം അതിനെ പറിച്ചു നടുന്നത് പോലെ നിന്റെ വീടിൻ്റെ അകത്തെ സ്ഥിതികൾക്ക്, ഗതികൾക്ക്, നിലകൾക്ക് ഒരു മാറ്റം ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് നാറ്റം വെച്ച് ജീർണിച്ച് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് വിധി എഴുതി അവരെല്ലാം കാത്തിരിക്കുമ്പോൾ അവരുടെ നടുവിൽ ഉയർപ്പിൻ്റെ ശക്തിയോടെ, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയോടെ യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പിതാവായ ദൈവത്തിന് തിരുവുള്ളമുണ്ടായെങ്കിൽ നീ ഇവിടം കൊണ്ട് തീരുമെന്നും ഒരു നാറ്റ വിഷയമാകുമെന്നും ഇവിടം കൊണ്ട് അവസാനിച്ച് ഇനി എഴുന്നേൽക്കയില്ലെന്നും ആരെങ്കിലും വിധി പറഞ്ഞ് നിനക്ക് വിരോധമായി കാത്തു നിൽക്കുന്നുവെങ്കിൽ അവരുടെ മുൻപിൽ നിനക്കൊരു ഉയർപ്പുണ്ട്, അവരുടെ മുമ്പിൽ നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്, അവരുടെ മുമ്പിൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും, അവരുടെ മുമ്പിൽ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, അവരുടെ നടുവിൽ ദൈവം നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞിനെ, നിന്റെ ജീവിതത്തെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം. അപ്പോൾ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആകുന്നിടത്തോളം പോയി കല്ലറയടച്ചുറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞ് പടയാളികളെ വിട്ടു കാവൽക്കൂട്ടത്തെ നിർത്തി. അവിടെ കാവലാളുകൾ നിൽക്കുന്ന സമയത്ത് ശബത്ത് കഴിയുമ്പോൾ അവർ കണ്ടു, അത് യേശുവിൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന കല്ലറയിലേക്ക് ഒരു ദൈവ സാന്നിധ്യം വരുന്നു, പുനരുത്ഥാനത്തിൻ്റെ ശക്തി വരുന്നു, ദൂതന്മാർ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റുന്നു.
അതിൻ്റെ മുകളിൽ ദൂതന്മാർ കയറി ഇരിക്കുന്നു. ഒരു ദൂതൂടെ ഞാൻ പറയാം. പ്രശ്നമായി പുറത്തു വരാതെ വണ്ണം അടച്ചു വെച്ചിരുന്ന കല്ല് ദൂതന്മാർ ഉരുട്ടി മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നവർ അവർ പറയുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? അതേ യേശുവിനെ ആണെങ്കിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാ. ഹല്ലേലൂയ. ഇനി ഉയർക്കത്തില്ലെന്ന് വിധി പറഞ്ഞവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രഖ്യാപിക്കുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ പറയാ, നീ ഇനി ഉയർക്കത്തില്ല, നിനക്കിനി ഒരു നന്മയുണ്ടാകത്തില്ല, നിനക്കിനി ഒരു മാറ്റമുണ്ടാകത്തില്ല എന്ന് വിധി പറഞ്ഞവർ മുമ്പിൽ വിശ്വസിച്ചോ. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ഒരു നല്ല ദൈവമുണ്ട്. ഏതൊക്കെയോ അടയ്ക്കപ്പെട്ട ചില വിഷയങ്ങൾ ഇന്ന് തുറക്കപ്പെടുന്ന ദൈവാത്മാവിനെ കാണിക്കുക. ശബലധനഗസിയ ചില പൈശാചിക മേഖലകൾ കൊണ്ട് നിന്റെ വാഗ്ദത്തങ്ങൾ അടഞ്ഞുപോയെങ്കിൽ, പൈശാചിക ബന്ധനങ്ങൾ കൊണ്ട് നിന്റെ നന്മകൾ അടഞ്ഞുപോയെങ്കിൽ, ആ വിചാരങ്ങളുടെ ശക്തി കൊണ്ട് നിന്റെ ആരോഗ്യത്തിൻ്റെ ഗതികൾ അടഞ്ഞുപോയെങ്കിൽ, ആമേൻ ആമേൻ, നിനക്ക് വിരോധമായുള്ള ചില ശാപവാക്കുകൾ കൊണ്ട്, പ്രാക്കുകൾ കൊണ്ട്, നേർച്ചകൾ കൊണ്ട് നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകളും നന്മകളും തടയപ്പെട്ടു പോയെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഇല്ല കുഞ്ഞെ, നിന്റെ നന്മയെ തടഞ്ഞു വെക്കാൻ എല്ലാ നാളും പിശാചിന് കഴിയത്തില്ല. എല്ലാ നാളും നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. നിനക്കൊരു പുനരുത്ഥാനമുണ്ട്, നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. നിന്നെ അടച്ചു വെച്ച കല്ലറകൾ തുറക്കുക തന്നെ ചെയ്യും. നിന്നെ അടച്ചു വെച്ച കല്ലുകൾ മാറുക തന്നെ ചെയ്യും. അതിനെ മാറ്റിയിട്ട് നിന്നെ, നിന്റെ കുടുംബത്തെയും തലമുറകളെയും വിടുവിപ്പാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ആലോചന പറയുക. റമനദനഗ സൈഡമനഗദനഗസിയാദന ഹർഖംസാനഗസിയ സൈനു എന്ന് പറയുന്ന ഒരു സിസ്റ്ററെ കർത്താവിൻ്റെ ആത്മാവിനെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. സിസ്റ്ററെ, നീ എറണാകുളം ജില്ലയിൽ പാർക്കുന്നയാളാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, അതേ, ഒരു വലിയ ബിസിനസ് നടത്തിയിട്ട് പരാജയപ്പെട്ട് എല്ലാം തീർന്ന് അവസാനിച്ച് ഇനി ഒരു വഴി മുൻപിലില്ല എന്ന് വിചാരിച്ച് നീ ക്ഷീണിതയായിരിക്കും ദൈവാത്മാവിനെ കാണിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ ഇനി ഉയർക്കത്തില്ലെന്ന് പറഞ്ഞടച്ചു വച്ച ചില പൈശാചിക വിധിയെഴുത്തുകൾ നിനക്കെതിരെ തലപൊക്കി നിൽക്കുമ്പോൾ ആ വിധി എഴുത്തുകളെ മാറ്റി എഴുതി നിന്റെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതേ, തലമുറകൾ നഷ്ടമായി പോയ, അതായത് അബോഷൻസ് നടക്കുന്ന, ചാവിള്ളകൾ ഉളവാകുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ, ഒരു സഹോദരിയെ ദൈവാത്മാവ് ശക്തമായിട്ട് കാണിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരു കുഞ്ഞുങ്ങളില്ല, തലമുറയില്ലാതെ ഭാരപ്പെടുക. ദൈവാത്മാവ് പറയുന്നു, നിന്റെ സ്ഥിതി മാറ്റി ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. നിന്റെ ഗതി മാറ്റി ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. നിന്റെ ജീവിതത്തിൽ ഇനി തലമുറ ഉണ്ടാകത്തില്ലെന്ന് വിധി പറഞ്ഞ് നിർത്തിയിരിക്കുന്ന പൈശാചിക ശാപങ്ങളെ ഇതാ ഈ ദൂതിനകത്ത് ദൈവം പൊട്ടിച്ചു കളയാൻ പോകുകയാ. യേശു പുറത്തു വരാതെ വണ്ണം അടച്ചു വെച്ചിരുന്ന കല്ലിനെയും കല്ലറയും തുറന്നുകൊണ്ട് യേശുവിൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിലേക്ക് വന്നിട്ട് ഒരു പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ യേശു പുറത്തു വന്നെങ്കിൽ ഇന്ന് വിശ്വസിച്ചോ, യേശുവിനെ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തെ അടച്ചു വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആരെങ്കിലും അടച്ചു വെച്ചെങ്കിൽ അതിനെ തുറന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ ദൈവം ശക്തനായ ദൈവമെന്ന് ദൈവാത്മാവ് ഈ ദിവസം ശക്തിയോടെ ആലോചന പറയുകയാണ്. ഇവിടെ പീലാത്തോസ് പറയും, നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ. അങ്ങനെ അവർ പോയി ഉറപ്പുവരുത്തുകയും ചെയ്തു. പക്ഷേ അവർ ഉറപ്പുവരുത്തി കാത്തു നിൽക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം അത് യേശു ഉയർത്തെഴുന്നേറ്റു. അത് നമ്മൾ കാണുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവനെ അടച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിൻ്റെ പ്രസംഗത്തിനകത്ത് പത്രോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, മരണത്തിന് അവനെ പിടിച്ചൊതുക്കുന്നത് അസാധ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ഒതുക്കുന്നത് അസാധ്യമായ കാര്യമാകട്ടോ. ആരാധിക്കുന്ന നിന്നെ, ദൈവത്തെ സേവിക്കുന്ന നിന്നെ, ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന നിന്നെയും നിൻ്റെ കുടുംബത്തെ ഒതുക്കി വെക്കുന്നത് അസാധ്യമായ കാര്യമാണ്. ഇന്നത്തെ ദിവസം ദൈവാത്മാവ് ശക്തമായിട്ട് നിന്നോട് ഇടപെടുകയാണ്. നിന്നെ ഒതുക്കി വെച്ച മേഖലകൾക്കകത്ത് നിന്ന് സാധ്യതയുടെ വൻകരം നീട്ടി നിന്നെ ഉടുതിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഈ ദൈവം ശക്തനായ ദൈവമാണ്. 4 ചുവരുകൾക്കകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ കഴിയുന്ന സഹോദര സഹോദരി, ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ബെഡിൽ വിശ്രമിച്ച് ഇനി ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് വിശ്വസിച്ചും കരുതിയും ഇരിക്കുന്ന സഹോദരാം സഹോദരി, ഇനി ജീവിതത്തിൽ സഹായിപ്പാൻ എനിക്കാരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരാം സഹോദരി, തലമുറകളില്ലാതെ കണ്ണുനീരോടെ കരയുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ട ചില അനുഭവങ്ങളിൽ
ചോദ്യം ചെയ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കരുതുന്ന ദൈവമാണ്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നീ ഇന്ന് ചിന്തിച്ചുകൊണ്ടും ഭാരപ്പെട്ടുകൊണ്ടും നിരാശപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവാത്മാവ് നിൻ്റെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയാണ് നിൻ്റെ ഗതി മാറിയത്? എവിടെയാണ് നിൻ്റെ സ്ഥിതി മാറിയത്? എവിടെയാണ് നിൻ്റെ അവസ്ഥ മാറിയത്? എവിടെയാണ് നീ തള്ളപ്പെട്ടത്? എവിടെയാണ് നീ ഒറ്റപ്പെട്ടത്? എവിടെയാണ് നീ ഒരു ചോദ്യചിഹ്നമായത്? അതേ മണ്ണിൽ, അതേ ഇടത്ത്, അതേ സ്ഥലത്ത് ദൈവം നിന്നെ, നിൻ്റെ തലമുറയും നിൻ്റെ കുടുംബത്തെയും ഉയർത്തുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. പീലാത്തോസ് പറയും, നിങ്ങൾ ആകുന്നിടത്തോളം ഉറപ്പാക്കുവീൻ. അങ്ങനെ അവർ കല്ലറ അടച്ച് ഉറപ്പാക്കി. പക്ഷേ അവരടച്ചു വെച്ച കല്ലറയെ തുറന്നിട്ട് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ യേശു പുറത്തു വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്, നീ ഒരിക്കലും പുറത്തു വരത്തിൽ എന്ന് പറഞ്ഞ് ബന്ധിച്ച ചില ബന്ധനങ്ങളുണ്ട്, ചില പൈശാചിക ആഭിചാരങ്ങൾ, ചില ചൈത്യദോഷങ്ങൾ, നിൻ്റെ കുടുംബം, നിൻ്റെ തലമുറ, നിൻ്റെ വീട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വീട് പണിയെ തുടർന്ന് വന്നു വീണ കുറേ വിഷയങ്ങളുണ്ട് വീടിനകത്ത്. വീട് പണി തുടങ്ങിയ സമയം മുതൽ വന്നു വീണ കുറേ വിഷയങ്ങൾ, അതോടുകൂടി ഒരു ബാധ്യതയിലായി, അതോടുകൂടി വലിയ കടക്കെണിയിലായി, അതോടുകൂടെ വീടിൻ്റെ അകത്തെ സമാധാനം പോയി, അതോടുകൂടെ വീടിൻ്റെ അകത്തെ സന്തോഷം പോയി. മാന്യമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള കുടുംബമായിരുന്നു. പക്ഷേ എല്ലാം കൈവിട്ടു പോയൊരു ഗതിയിലേക്ക് നീ വഴിമാറ്റപ്പെട്ടു. അതിൻ്റെ കാര്യം ഞാൻ പറയുക, നീ പോലും അറിയാതെ നിനക്കെതിരെ ചെയ്തു വെച്ച ചില ആഭിചാരങ്ങളുടെ ശക്തികളാണ്. അതിനെ പ്രാർത്ഥന കൊണ്ട് ജയിക്കുവാൻ, ആരാധന കൊണ്ട് ജയിക്കുവാൻ നിനക്ക് നാളെ വരെ കഴിഞ്ഞില്ല. ദൈവ പൈതലേ, ചിലത് നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം നിനക്ക് ജയം തരാൻ പോകുന്നുവെന്ന് ശക്തിയോടെ ദൈവാത്മാവ് ഈ നിമിഷം ഇടപെടുകയാണ്. തകർന്നുപോയ കുടുംബജീവിതത്തിൻ്റെ ഉടമയാണോ നീ? മദ്യപാന നിമിത്തം തകർന്നുപോയ ജീവിതത്തിൻ്റെ ഗതിയാണോ നിനക്കുള്ളത്? സാമ്പത്തികമായി അരാജകത്വവും പരാജയവും വന്നിട്ട് കഷ്ടവും നഷ്ടവും വേദനകളും സഹിച്ച് കഴിയുന്ന കുടുംബജീവിതമാണോ നിനക്കുള്ളത്? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, ഒരു വാക്കുകൊണ്ട് എന്നെ സപ്പോർട്ട് എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണോ നീ? വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, അതേ IELTS OET പോലുള്ള എക്സാമുകൾ എഴുതിയിട്ട് പല പ്രാവശ്യം എഴുതിയിട്ട് ഒരു മാറ്റവുമില്ല, തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് വഴുതി വീഴുന്ന ഒരു സാഹചര്യമാണോ നിനക്കുള്ളത്? ഇന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണോ നിനക്കുള്ളത്? എന്നാൽ ദൈവാത്മ പറയുന്നു, കഴിഞ്ഞ കുറേ നാളുകളായി നീ തോറ്റുപോയെന്ന് ആരൊക്കെയോ വിധി പറഞ്ഞ ഇടത്ത് നിന്ന് നിന്നെ യഥാർത്ഥമായി ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ ശ്രീ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ദൈവമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ പാലസ്തീൻ്റെ മണ്ണിൽ അവശേഷിക്കുന്നുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച, ലോക ജനത അംഗീകരിച്ച അതേ പരമമായ സത്യമാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആ ഭാഗത്ത് ഞാൻ കടക്കുന്നതിന് പറഞ്ഞത്, അവനെ അടച്ചു വെച്ച കല്ലറ വിട്ട് പുറത്തു വന്നു. കാവലാളുകളുടെ നടുവിൽ നിന്ന്, പടയാളികളുടെ നടുവിൽ നിന്ന്, നോക്കി നിന്നവരുടെ നടുവിൽ നിന്ന്, ബന്ധിച്ചവരുടെ നടുവിൽ നിന്ന് യേശുവിനെ ആത്മാവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാ. നിന്നെയും പുറത്തു കൊണ്ടുവരാൻ ഈ ദൈവം ശക്തനായ ദൈവമാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുകയാണോ? സാമ്പത്തിക ബാധ്യതകൾക്കകത്ത് നീ കരയുകയാണോ? ആമേൻ. തലമുറകളെ ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? ഊഷാബലസിയാദന എടുത്താൽ പൊങ്ങാത്ത കടഭാരവും കൊണ്ട് ആര് സഹായിക്കുമെന്ന് ചിന്തിച്ച് നീ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, ഒരു മാറ്റവും എനിക്കില്ല എന്ന് നീ സങ്കടപ്പെടുകയാണോ? എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, നിന്റെ വീടിനകത്തൊരു പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങാൻ പോവുക, നിന്റെ വീടിനകത്തൊരു ഉയർപ്പിൻ്റെ ശക്തി ഇറങ്ങാൻ പോവുക. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഏതെല്ലാം തടസ്സങ്ങൾ മുൻപിലുണ്ടെങ്കിലും അതിനെ ഉരുട്ടി മാറ്റിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടി ആരിതിനെ മാറ്റുമെന്ന് ചോദിച്ചു വന്നവർ വന്നപ്പോൾ കണ്ടത് കല്ലിരിക്കുന്നതല്ല, അത് ഉരുണ്ട് മാറി കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ചില ആദ്യ തടസ്സങ്ങൾ ഇറങ്ങി മാറുക, ചില ശാപങ്ങൾ ഇറങ്ങി മാറുക, ചില ബന്ധനങ്ങൾ ഇറങ്ങി മാറുക, ചില ആഭിചാരങ്ങളുടെ ശക്തികൾ ഇറങ്ങി മാറ്. യേശു പുനരുത്ഥാനം ചെയ്തതുപോലെ നിന്റെ മേലൊരു ഉയർപ്പ് വെളിപ്പെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ നിമിഷം നിന്റെ വീടിനകത്ത് വിടുതൽ വ്യാപരിക്കുന്ന ഞാൻ കാണുകയാ.
അഡഗബദുന ഹസിയാന്തരാധന രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നപ്പ അങ്ങ് വിടുവിക്കണമേ, കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ. അവരനുഭവിക്കുന്ന എല്ലാ അടയ്ക്കപ്പെട്ട മേഖലകളും തുറക്കപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശത്രു അടച്ച എല്ലാ മേഖലകളും തുറക്കപ്പെട്ട് വരട്ടെ. റബദുനികസിയാദന കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പഠനത്തിന് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടത്താൻ സാധ്യതയില്ലാതിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വസ്തുസമേതമേ തർക്കത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വരുമാനമാർഗം ഇല്ലാത്തവർക്ക് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അടയ്ക്കപ്പെട്ട ഗേറ്റുകളെ തുറന്ന് കുഞ്ഞുങ്ങളെ മാനിച്ച് കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ദേശത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമം ചൊല്ലി നിൻ്റെ മക്കളെ ഞാൻ അങ്ങ് അനുഗ്രഹിക്കുന്ന കർത്താവേ, അത്ഭുതകരമായി വിടുതൽ കൊടുക്കണമേ. മുഴുമകത്വം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയർപ്പിക്കുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതേ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. അതേ സമയപരിധികൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സുദീർഘമായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ആശിഷമാരി പ്രയർ കുടുംബം നിങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദയവായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാട്ടെ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് അറിയിച്ചാട്ടെ. നിശ്ചയമായിട്ട് ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. ബന്ധനങ്ങളിൽ നിന്ന് ജയം നേടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം ഇതേ ചാനലിൽ നമ്മൾ കാണുന്നതുവരെയും കർത്താവ് നമ്മെ മറയ്ക്കട്ടെ. God bless you. Amen.